ഫോട്ടോ വെച്ചില് കാർണിവലിന് പോയപ്പോ ഇങ്ങനെ ഗ്രൗണ്ടിൽ ചെന്നപ്പോ വട്ടത്തിൽ നിർത്തിയിട്ട് ഒരു അംബാനി വൈബ് എന്നൊന്ന് പറ എല്ലാവരും ഫോട്ടോ എടുത്ത് ഞങ്ങൾ നടക്കിങ്ങനെ കുറച്ചേക്ക് ഞങ്ങള് അംബാനി വൈബ്. ഓഡീഷൻ പോയി കഴിയുമ്പോൾ കുറെ ആൾക്കാരുണ്ടാവില്ല, അപ്പൊ നമുക്ക് സമയം പോകാൻ വേണ്ടി ക്യൂല് നിൽക്കുമ്പോ അങ്ങാടി ഇങ്ങാടുള്ളവർ അങ്ങനെ കുറെ പരിചയപ്പെടും. അങ്ങനെയാണ് ഫുൾ ടീമിലുള്ളവര് എല്ലാരും ക്യാരക്ടർ കൊള്ളാല്ലേ അടിപൊളിയാണല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ആ കടുക്കനിട്ട ഇവനൊരു സിനിമാ മോഹിയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഇൻട്രോവേർട്ട് ആണ് രണ്ടുപേരും അല്ലേ? അതെ, ഞങ്ങൾ അന്തർമുഖന്മാരാണ്. ഏത് മൂഡ് പൊളി മൂഡ്. ഏത് മൂഡ് പൊളി മൂഡ്. ഏത് വൈബ്? അംബാനി വൈബ്. രണ്ടുപേരും പ്രത്യേകിച്ച് എടുത്ത് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എന്നാലും ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം. ഈ തോണ്ടിയിരിക്കുന്ന എല്ലാവർക്കും അറിയുന്ന രണ്ട് മുഖങ്ങൾ, ജാസർ ക്ലിക്സ് ആൻഡ് യദു ആണ് നമ്മുടെ കൂടെ. തൃശ്ശൂരിലേക്ക് കള്ളവണ്ടി കയറി വന്നിരിക്കുകയാണല്ലേ? കള്ളവണ്ടിയല്ല, ടിക്കറ്റ് ഒക്കെ കാണിച്ചേണ്ട ആവശ്യമില്ല. ഓക്കെ, വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ ഇവരുടെ അംബാനി വൈബിന്റെ കഥകളാണ് ഇനി എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. 8 മില്യൺ വ്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത് ആ വീഡിയോക്ക് അല്ലേ? ഏത് വൈബ്? അംബാനി വൈബ്. ഒരു പുതിയ വേർഡ് അൺലോക്ക് ചെയ്തിരിക്കുന്ന ഒരു കക്ഷിയാണ് ഈ പൊളി മൂഡ് എന്നുള്ള ഒരു വാക്ക്. എങ്ങനെയാണ് ആദ്യമായിട്ട് വരുന്നത്? അത് മുൻപ് യൂസ് ചെയ്തിരുന്ന വാക്കാണെന്ന് തോന്നുന്നു. പൊളിമൂഡ് ഏത് മൂടെന്ന് എല്ലാരും പറയാറുണ്ട്. ഇങ്ങനെ കോളേജില് പരിപാടിയൊക്കെ നടക്കുമ്പോ ഏത് മൂടല്ലേ, ഏതാ മൂഡ്, തൃശ്ശൂരാരെന്നെ പറയാറുണ്ടായി തോന്നുന്നു ഏതാ മൂഡ്. അപ്പൊ അതിന്റെ കൂടെ തൃശ്ശൂർക്കാരുടെ കാര്യമൊന്നും നിങ്ങൾ കൊച്ചിക്കാർ ഇവിടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞാൽ മതി. അങ്ങനെ ഏത് മൂടിന്റെ കൂടെ അറിയാതെ ഇങ്ങനെ പൊളി മൂടെന്ന് വെറുതെ പറഞ്ഞത് ഒരു വീഡിയോയില്. പക്ഷെ ആ വീഡിയോ എന്നിട്ട് ഇങ്ങനെ കിടന്നു 2 മാസം 3 മാസം കഴിഞ്ഞപ്പോൾ അത് കിടന്നു, അച്ചാറിട്ടു, അങ്ങനെ അതെ വൈൻ പോലെ അങ്ങനെ അത് റീച്ചായി 8 മില്യൺ വ്യൂസ്. അതല്ല 8 മില്യൺ അല്ല, അത് 8 മില്യൺ അല്ല, അത് 5 മില്യൺ. അത് പയ്യെ റീച്ച് ആയത്. അംബാനി വൈബ് ഞങ്ങൾ തന്നെ ഇവിടെ അടിയായി. ഇനി അംബാനി വൈബിലേക്ക് വരാം. ആ ഒരു വേർഡ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അല്ല, അത് മനഃപൂർവ്വം ഇങ്ങനെ കാശ് ദൂർത്തടിക്കുന്ന ഒരു ക്യാരക്ടറിന് വേണ്ടിട്ട് ഉണ്ടാക്കിയത്. ആരുടെ തലയിൽ വന്ന ബുദ്ധിയാണത്? അതെന്റെ തന്നെ. ഞാൻ എന്നെ തന്നെ പൊക്കി പറയാനുള്ള ഒരു നിമിഷമാണ് അത്. അപ്പൊ ഈ കുറെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫാൻസ് ഇപ്പൊ ഇന്ന് നിങ്ങൾ സ്റ്റുഡിയോയിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോ ഫാൻസ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, മനാഫ് ജയിലിൽ പോയോ എന്നുള്ളൊരു ചോദ്യം. മനാഫ് പോയി. അപ്പൊ അത് റിവീൽ ചെയ്യാണ് ഗൈസ്, മനാഫ് ജയിലിൽ പോയിട്ടുണ്ട്. അതെ, വള്ളി ആൻഡപ്പൻ എന്നുള്ള ഒരു കഥാപാത്രത്തിനെ കുറിച്ച് ഒറ്റ വാക്കിലല്ല, കുറച്ചധികം വാക്കിൽ പറഞ്ഞു. വള്ളി ആൻഡപ്പൻ പറഞ്ഞ ഒരു വള്ളിയൊക്കെ വള്ളി പിടിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അപ്പൊ അതിലിങ്ങനെ എന്തെങ്കിലും ഫണ്ടിന് വേണ്ടി ഇങ്ങനെ ദിലീപേട്ടനൊക്കെ പണ്ട് ചെയ്യുന്ന ഏതെങ്കിലും ക്യാരക്ടർ ചെയ്ത് നോക്കിയതാണ്. നന്നായിട്ട് ആക്ട് ചെയ്യുന്ന ഒരാളാണ് അല്ലേ? അപ്പൊ യദുവിലേക്ക് വരാം. യദു, ഇപ്പൊ എത്ര നേരം നമ്മൾ സംസാരിച്ചു, ഇതിനെ കുറിച്ച് യദുവിന് എന്താ പറയാനുള്ളത്? എനിക്ക് ഇതില് സന്തോഷമുണ്ട്. മൈക്ക് ഇങ്ങനെ ആക്കാനല്ല, ഇങ്ങനെ പിടിക്കാനല്ല. സന്തോഷം കൊണ്ടാ. അതെ. അപ്പൊ ഈ ജാസറിന്റെ കൂടെ പെർഫോം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് യദുവിനെ കണ്ടുപിടിച്ചത്? ഇവ വീടിന്റെ അടുത്തുള്ളതാ. പക്ഷെ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഇവൻ അങ്ങനെ വീഡിയോ അഭിനയിക്കാറൊന്നുണ്ടായില്ല. പക്ഷെ ഭയങ്കരമായിട്ട് സ്പോട്ടില് തമാശയൊക്കെ പറയുമായിരുന്നു. അപ്പൊ പിന്നെ അവനെ പിടിച്ച അവന്റെ കഴിവുകളെ ഇങ്ങനെ ഒരു സിനിമക്ക് പോയപ്പോ പറഞ്ഞു ആ ക്യാരക്ടർ കൊള്ളാല്ലേ അടിപൊളിയാണല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ആ കടുക്കനിട്ട ഇവനൊരു സിനിമാ മോഹിയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ തിരിച്ചറിവുണ്ടായി. അങ്ങനെയാണ് ഈ കൂടെ അഭിനയിക്കുന്ന എല്ലാ റീല് ചെയ്യുന്ന ആൾക്കാരെ, കൂടെ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങളിതെങ്ങനെ ഇത്രയും കഴിവുള്ള കലാകാരൻ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു? എനിക്ക് ഓഡീഷന് പോയിട്ട് പരിചയപ്പെട്ടത് ഞാൻ കൂട്ടുകാരന്മാരെന്റെ. ഈ ഓഡീഷൻ പോയി കഴിയുമ്പോൾ കുറെ ആൾക്കാരുണ്ടാവില്ല, അപ്പൊ നമുക്ക് സമയം പോകാൻ വേണ്ടി ക്യൂല് നിൽക്കുമ്പോ അങ്ങാടി ഇങ്ങാടുള്ളവർ അങ്ങനെ കുറെ പരിചയപ്പെടും. അപ്പൊ അവര് സിനിമ എന്ന് പറഞ്ഞപ്പോ കൊച്ചിയിലാണല്ലോ ഭൂരിഭാഗം നടക്കുന്നത്. അപ്പൊ ഇവര് എല്ലാരും കൊച്ചിയിൽ വന്ന് നിൽക്കുന്നത്. തൃശ്ശൂർ അങ്ങനെയുള്ളവര് അവര് കൊച്ചിയിൽ വന്ന് റൂം എടുത്ത് നിൽക്കുന്നു. അപ്പൊ എന്റെ അങ്ങനെയാണ് ഫുൾ ടീമിലുള്ളവര് എല്ലാരും അങ്ങനെ പരിചയപ്പെട്ടു. ഓഡീഷൻ. അപ്പൊ ഞാൻ മെന്റലിസ്റ്റ് ഒക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കണ്ടുപിടിക്കുകയാണ്, ജാസറിന്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കാനല്ലേ? എങ്ങനെ മനസ്സിലായി? അപ്പൊ ഈ സിനിമ മോഹമായിട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഇപ്പൊ റീലിലുള്ള എല്ലാവരും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അല്ലേ? ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് സിനിമയിൽ വരുന്നുണ്ട്. അപ്പൊ എന്നാണ് സിനിമയിലേക്കുള്ള ആ ഒരു എൻട്രി? ഞാൻ ചെറിയൊരു സംഭവം ചെയ്തായിരുന്നു. ഇറങ്ങിയിട്ടില്ല, ഡബ് കഴിഞ്ഞു.
ചെറിയ സംഭവം. പിന്നെ ഇങ്ങനെ ഓരോന്നും മെയിൻ ആയിട്ട് ഉണ്ട് ഇല്ലേ, ആയിട്ടില്ല ഒന്നും പറയില്ല, അതിൽ തുടരുതെന്നാണ്. അത് ഉറപ്പായിട്ടില്ലല്ലോ, പിന്നെ ഉറപ്പായതിനു ശേഷം എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതെ, വെറുതെ ചെറിയ അന്ധവിശ്വാസം ഒന്നല്ല, അന്ധവിശ്വാസം ഇങ്ങനെ ഉറപ്പാവാത്ത കാര്യം വിളിച്ചു പറഞ്ഞിട്ട് അത് പറയണ്ട. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത്രയും റീലൊക്കെ ചെയ്ത് ഭയങ്കര ഒട്ടും ഇൻട്രോവേർട്ട് അല്ലാന്ന് തോന്നുന്നു റീലുകളൊക്കെ കാണുമ്പോൾ. പക്ഷെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് വന്നപ്പോഴാണ് ആ ഒരു നേക്കഡ് ട്രൂത്ത് ഞാൻ മനസ്സിലാക്കിയത്. ഇൻട്രോവേർട്ട് ആണ് രണ്ടുപേരും അല്ലേ? അതെ, അന്തർമുഖരാണെന്നാണ് ഇവര് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഓടി വന്ന ആൾക്കാർ, ഫാൻസ് ഒക്കെ സംസാരിക്കുമ്പോൾ എന്താ നിങ്ങക്ക് തോന്നാ? സംസാരിക്കുമ്പോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഫോട്ടോ എടുക്കുമ്പോൾ അങ്ങനെ ഈ ഫോണൊക്കെ ഓണാക്കിട്ട് ഡയലോഗൊക്കെ പറയും. ഡയലോഗ് പറയിപ്പിക്കുമ്പോ സീനോ. ഇപ്പൊ ഞാൻ പറയിപ്പിച്ചു ഏത് മൂടെന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ ഇവരങ്ങോട്ട് നാണിച്ച് ഇവര് കളം അങ്ങോട്ട് വരച്ച് കളഞ്ഞല്ലേ? അത്രക്കൊന്നുമില്ല കേട്ടോ, കള്ളമൊന്നും അല്ല. റോഡിലൊക്കെ കുറെ പേര് കൂടി നിന്നിട്ട് ഇങ്ങനെ ഡയലോഗ് എന്ന് പറയുന്ന അമ്പാനി മൂടെന്ന് പറഞ്ഞടാ, പറഞ്ഞില്ലേ പറയും അവന്റെ ജാടൊക്കെ വിചാരിക്കും ചിലപ്പോ. ജാടല്ല കേട്ടോ, പാവം പിടിച്ച്. അതെ, നാണാന്ന് പറയാനും പറ്റില്ല, ഒന്നും പറയാൻ പറ്റാത്ത ഭയങ്കര അവസ്ഥയിലൂടെയാണല്ലേ നിങ്ങള്. ശരിക്കും ഇത്രയും വലിയൊരു ടാസ്ക് ആണ്. ഇവര് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഒരു എന്താ പറയാ, പബ്ലിക് ആയിട്ട് ഒരു സ്ഥലത്ത് ചെന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളോടൊരു ഡയലോഗ് പറയാൻ, അങ്ങനെ ഏതെങ്കിലും? കാർണിവലിന് പോയിട്ടാ? കാർണിവലല്ലടാ, ക്രിസ്മസിന്റെ അന്ന് പോയ അല്ല, ന്യൂ ഇയറിനാ. ക്രിസ്മസിന്റെ അന്ന് പോയപ്പോ ഇങ്ങനെ ഗ്രൗണ്ടിൽ ചെന്നപ്പോ വട്ടത്തിൽ നിർത്തിയിട്ട് അംബാനി വൈബ് എന്ന് പറയാം, എല്ലാരും ഫോട്ടോ എടുത്ത് ഞങ്ങൾ നടക്ക് ഇങ്ങനെ കുറച്ചേക്ക് ഞങ്ങള് അംബാനി വൈബ് പറയടാ പോളിമൂഡ് എന്ന് പറയാം. പൊളിമൂട് നിങ്ങൾ പണ്ട് നമ്മളെ അമ്മമാര് നമ്മളെ ചെയ്യിക്കും, കസിൻസ് ഒക്കെ വരുമ്പോ ആ ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുത്തോ നമുക്ക് വേണ്ട, എനിക്കറിയില്ല അവൻ നന്നായിട്ട് കളിക്കാം, അപ്പൊ നിങ്ങൾ ഡാൻസ് ചെയ്യണ പോലെയാണ്. ആ ഒരു എക്സ്പീരിയൻസ് ആണല്ലേ? വീഡിയോ ചെയ്യണ പോലെ ചെയ്യാൻ പറ്റില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ശരിയാ. നിങ്ങൾ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാ, എന്റെ വീട്ടുകാര് നല്ല സപ്പോർട്ട് ഉണ്ട്. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതി കഴിഞ്ഞു അല്ലേ? നല്ല സപ്പോർട്ടാണ്. 3 പ്രാവശ്യം സപ്പോർട്ടാണ്. 3 പ്രാവശ്യം. അതെ, വീട്ടില് 3 പേരുണ്ട്, അനിയത്തി, അച്ഛനമ്മ. അപ്പൊ 3 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പണ്ടൊക്കെ ആൾക്കാർ ചോദിക്കും, എന്താ പറയാ, നമ്മൾ ഇങ്ങനത്തെ ജോലിയാന്ന് പറയുമ്പോ പറയും, അപ്പൊ നിങ്ങക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. പക്ഷെ ഇപ്പൊ ഇൻഫ്ലുവൻസർ ആണ്, കൊറേ ചിക്കിലി ഉണ്ടാക്കുന്നുണ്ട്, അംബാനി മൂഡാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇപ്പൊ ആൾക്കാർ ചോദിക്കുന്നുണ്ടോ അങ്ങനെ എന്താ ജോലി എന്നൊന്നും ചോദിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാം അത്യാവശ്യം. അപ്പൊ എനിക്ക് മനസ്സിലാക്കാനായിട്ട് ഇനി നിങ്ങക്ക് വേണ്ടിട്ട് എത്ര നീ ഉണ്ടാക്കി കഴിഞ്ഞു പൈസ? ഉണ്ടാക്കും, അതിൽ തുടരുന്നില്ല. എന്നാലും ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. 24 വയസ്സാണ്, സുമുഖനായ 22 വയസ്സായിട്ടുള്ള സുമുഖനായിട്ടുള്ള ചെറുപ്പക്കാരനാണ്. നല്ല ആലോചനകൾ ക്ഷണിക്കുന്നു അല്ലെ? അതല്ലേ എഴുതി കാണിക്കുന്നത്? വേണ്ട, ഒന്നും വേണ്ട, താല്പര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി കുറെ കഥാപാത്രങ്ങൾ ചെയ്തു. ഇയാളുടെ ഫേവറേറ്റ് ഏതാ? ചെയ്ത കഥാപാത്രങ്ങളിൽ എനിക്ക് ആ ഒരു ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്ന ഒരു കഥാപാത്രം ഏതാ? അതെനിക്ക് വള്ളിയാണ്ടപ്പനെ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയാണ് ഓരോ ഇങ്ങനത്തെ ഓരോ ക്യാരക്ടറിനെ എവിടുന്നാണ് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത്? ഒരു ബസ്സിലൊക്കെ പോകുമ്പോ ലോട്ടറി വെക്കുന്ന ഏട്ടനൊക്കെ ചിലർക്ക് അങ്ങനെയാക്കി ഇങ്ങനെ കൈയൊക്കെ ഇരുന്നിട്ട് അപ്പൊ അവരെ നോട്ട് ചെയ്യണം അല്ലേ? ഭയങ്കര ഒബ്സർവേഷൻ വേണം തോന്നും അല്ലേ? അറിയാതെ ശ്രദ്ധിക്കും, അറിയാതെ ശ്രദ്ധിച്ച്. അപ്പൊ നിങ്ങളാണോ മറ്റേ സദാചാരക്കാർ ഇങ്ങനെ റോഡിലിറങ്ങി ഓരോരുത്തരും നോക്കി? അതെ അതെ, ഞങ്ങളാണോ. ഞാൻ ഭയങ്കരമായിട്ട് സംസാരിച്ച് നിങ്ങളെ കൊല്ലുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഫീൽഡ് ഔട്ട് ആവോ? എങ്ങോട്ടിറങ്ങിയാല് എങ്ങനെയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഒന്ന് ഇറങ്ങും. അപ്പോൾ അങ്ങനെ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നല്ല അടിപൊളി ഇന്റർവ്യൂ ആയിരുന്നു. നിങ്ങൾക്ക് തൃശ്ശൂർ സ്റ്റേഷനിലെ ക്ലബ് FM സ്റ്റുഡിയോയിൽ വന്നിട്ട് ഇനി 2 വാക്ക് എന്നെ കുറിച്ച് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് പറയാം. പോൾസി വളരെ നല്ലൊരു ആങ്കറാണ്, ഭയങ്കര കംഫോർട്ടാണ് അല്ലെ, നമ്മളെ കംഫോർട്ട് ആക്കിയാണ്. അതെ. അപ്പോ ക്ലബ് FM 104.8 പൊളി മൂഡായിരുന്നു, പൊളി വൈബായിരുന്നു. ഇനി ഇവിടെ എന്താ പറയാനുള്ളതെന്ന് അറിയാം, നമ്മുടെ ഒരു സ്കിഡിലൊരു ഐറ്റം പറയാനുണ്ട്. എന്താണെന്നറിയോ? ക്ലബ് FM 104.8 ഇവിടെ എന്തുട്ടുള്ളത്? ടൺ കണക്കിന് ഫൺ.